ഭൂവുടമയുടെ അനുവാദമില്ലാതെ ആനയെ പുരയിടത്തിൽ തളച്ചതായി പരാതി. ആനത്തറ നിർമ്മിക്കാൻ പുരയിടത്തിലെ മരങ്ങൾ മുറിച്ചു മാറ്റി. നഷ്ടപരിഹാരം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഭൂവുടമ പത്തനംതിട്ട ആറന്മുള സ്വദേശിനി ഇന്ദുലേഖ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ആനയെ മറ്റൊരാൾക്ക് പാട്ടത്തിന് നൽകിയിരുന്നതായും തന്റെ അറിവോടെയല്ല പുരയിടത്തിൽ ആനയെ തളച്ചതെന്നും ആനയുടമ കൊടുമൺ സ്വദേശി ദീപുവും വ്യക്തമാക്കി. പത്തനംതിട്ട കൊടുമൺ അങ്ങാടിക്കലിൽ 30 സെന്റ് ഭൂമിയാണ് ആറന്മുള സ്വദേശിനി ഇന്ദുലേഖയുടെ പേരിലുള്ളത്. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ആനയെ തളച്ചിടാൻ 1 വർഷത്തോളം ഭൂമി ഉപയോഗിച്ചതെന്ന് ഇന്ദുലേഖ പറയുന്നു. അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഇന്ദുലേഖ അവധിക്ക് നാട്ടിൽ വന്നപ്പോഴാണ് തന്റെ ഭൂമി ആനയെ തളയ്ക്കാൻ ഉപയോഗിച്ചിരുന്നതായി അറിഞ്ഞത്. ആനത്തറ ഉണ്ടാക്കാനായി ഭൂമിയിലെ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റിയതായും വേലിയെല്ലാം നശിപ്പിച്ചതായും ഇന്ദുലേഖ പറഞ്ഞു. എന്റെ കൺസേൺ ഇല്ലാതാണ് അവർ ചെയ്തിരിക്കുന്നത്. തേക്കും മഹാഗണി റബ്ബർ ഇത് പിഴുതും മാറ്റിയിട്ടുണ്ട്, വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. എന്റെ മുള്ളുവേലി ഫുള്ള് കളഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തെ ഇത് റിമൂവ് ചെയ്തപ്പോൾ ആനപ്പിണ്ടവും കോൺക്രീറ്റും ഈ ഭൂമിയുടെ അടിയിലാക്കി അതിന്റെ മണ്ടയ്ക്ക് മണ്ണ വെച്ചിരിക്കുന്നത്. അതേസമയം ആനയെ മറ്റൊരാൾക്ക് പാട്ടത്തിന് കൊടുത്തതാണെന്നും തന്റെ അനുവാദത്തോടെയല്ല ആനയെ പ്രസ്തുത ഭൂമിയിൽ തളച്ചതെന്നും ആന ഉടമ കൊടുമൺ സ്വദേശി ദീപു വ്യക്തമാക്കി. കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഞാൻ പാട്ടത്തിന് കൊടുത്തത്, കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് കിട്ടിയത്. ഈ ഒരു പരാതി വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ പറഞ്ഞത് ആരുടെ വസ്തുവാണോ ആ വ്യക്തിയുടെ അല്ല ഈ വസ്തുവെന്നും അനധികൃതമായിട്ടാണ് ഇവിടെ ആനയെ കെട്ടിയിരുന്നതെന്നും ഞാൻ പോലും അത് മനസ്സിലാക്കുന്നത്. വസ്തുവിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതിൽ ഉത്തരവാദികളായവർക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്നാണ് ഇന്ദുലേഖയുടെ ആവശ്യം. റിപ്പോർട്ടർ പത്തനംതിട്ട.